എടുക്കുന്നത് സാക്ഷി ഈ മേശയിൽ പങ്കുചേരാൻ പ്രാബല്യം തീർച്ചയായിട്ടുള്ള എല്ലാം പറഞ്ഞു ഈ രണ്ടുപേരായിട്ട് കടന്നു പോവാം. നിങ്ങൾ പോയതിനു ശേഷം അമ്മയെ ലാസ്റ്റ് കഴിയാണ്. അമ്മയ്ക്ക് അതാണ് പാത്രം
സഹായിച്ചതിനോട് സ്തോത്രം. ഒരുപാട് കർത്താവിദാസൻ അങ്ങയുടെ നാമത്തിനും വ്യക്തമായി ഒരുക്കിയിരിക്കുന്ന അങ്ങയോട് അങ്ങനെ ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കുന്നതാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം യേശുവിൻ നാമത്തിൽ തന്നെ. വചന ശുശ്രൂഷയാണെങ്കിലും പ്രാമുഖ്യമായി വചന ശുശ്രൂഷയ്ക്കായി വേണ്ടി സ്തോത്രം നമുക്ക് എടുക്കേണ്ട വചനം ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഓടിച്ച് വായിക്കാം. അത് കഴിഞ്ഞ ശേഷം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളൊക്കെ ആദ്യം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം പെട്ടെന്ന് വായിച്ചത്. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടമിടലി അവന്റെ തലയിൽ വെച്ചു, ധൂമവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവരിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവരെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രം ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇല്ല എന്ന് പറഞ്ഞു. വായിച്ച വചനം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ വാക്യങ്ങളാണ് വായിച്ചത്. അതിൽ സ്തോത്രം പ്രത്യേകമായിട്ട് ഇതെല്ലാം വായിച്ച് തഴക്കും പഴക്കമുള്ളവരാണ്. അധികമായിട്ടൊന്നും പറയുവാൻ കാര്യമില്ല. കാരണം കർത്താവിന്റെ വിഷയത്തെ കുറിച്ചാണ് ഈ 19 പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അതേ സ്തോത്രം അവരിൽ തന്നെയാണ് യശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ൽ ഈ ക്രൂശീകരണത്തെ കുറിച്ച് വളരെ വ്യക്തമായിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷമായി അതിന് മുമ്പായിട്ട് കർത്താവ് ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പിൽ തന്നെ സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് 24-ാം സങ്കീർത്തനത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വളരെയേറെ വ്യക്തമായി തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയും അതിൽ കൂടി തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ തന്നെയുള്ള ഇടയായിട്ടുണ്ട്. വലിയ സ്തോത്രം വലിയ പ്രസംഗമൊന്നും നടത്താനുള്ള കാര്യം ഇതില്ല. എങ്കിലും സ്തോത്രം നമ്മൾ ധ്യാനിക്കുമ്പോൾ വളരെ സ്തോത്രം ഹൃദയ നൃത്തത്തോടു കൂടി ധ്യാനിക്കണമെന്നകത്ത് വളരെ വരച്ചു കാട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സ്തോത്രം ആ വചനത്തിൽ വളരെ വ്യക്തമാക്കി എഴുതിയിരിക്കുന്നത്. സ്തോത്രം അനന്തരം പീലാത്തോസ് യേശുവിനെ പിന്നെയും കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു. പടയാളികൾ കിരീടം കൊണ്ട് വിളഞ്ഞ് അവന്റെ തലയിൽ വെച്ചു, ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. നമുക്കറിയാം യേശുവിനെ എവിടെ വെച്ചാണ് വസ്ത്രങ്ങളൊക്കെ അവരെടുത്തതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിലൊന്നും കടന്നു പോകുന്നില്ല. എങ്കിലും കർത്താവ് ക്രൂശിൽ സഹിച്ച വേദനകൾ നമ്മളൊന്ന് ഓർത്ത് നോക്കണം. നമ്മള് അനുഭവിക്കേണ്ട കഷ്ടപ്പാടൊക്കെ നിരക്ക് കർത്താവ് ആ ക്രൂശിൽ വഹിക്കുവാനും ക്രൂശിൽ തൂക്കുവാനും സ്വന്തം രക്തം നമുക്ക് വേണ്ടി നടത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ അവിടെ ഒരുക്കി. അതിന്റെ സ്തോത്ര ഓർമ്മയ്ക്കായിട്ടാണ് നമ്മള് ഈ തിരുവചനത്തിൽ കൂടി ഈ കർത്താവിന്റെ മേശയിലേക്ക് അടുത്ത് വരുന്നത്. സ്തോത്രം ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ സ്തോത്രം പച്ച മലക്കുരിശി കർത്താവ് ചുമന്നു. സ്തോത്രം അതിനെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്തോത്രം മാറി മാറി കോടതിയിൽ വിധിച്ചിട്ടും അവനെ കുറിച്ച് കുറ്റം കണ്ടുപിടിക്കാൻ ആർക്കും കഴിയാതെ വന്നു. എന്നാൽ യഹൂദന്മാരുടെ നിർബന്ധപ്രകാരം യേശുവിനെ ക്രൂശിക്കണം, ഗർഭവാസിനെ വിട്ടു തരണമെന്ന് അവർ ആർത്ത് വിളിച്ചപ്പോൾ പീലാത്തോസ് നിങ്ങളെ രാജാവിനെ നിങ്ങൾ നിന്നെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്ന് പീലാത്തോസ് പറഞ്ഞു. അവൻ കൈകഴി. എന്നാൽ യഹൂദന്മാർ അവരെ മുൻകിരീടം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ 40 അടി അടിച്ചിട്ട് വിടാനായിട്ടാണ് സ്തോത്രം പീലാത്തോസ് പറഞ്ഞത്. എന്നാൽ അവനെ അടിച്ചു. അവനെ സ്തോത്രം സൗന്ദര്യമുള്ളവർ ഇല്ലെങ്കിൽ സ്തോത്രം യേശുവിനെ കുറിച്ച് ശലോമോൻ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള വർണ്ണനയാണ് ഉത്തമ ഗീതത്തിലും ഒക്കെ വരച്ചു കാട്ടിയിരിക്കുന്നത്.
അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിലും സ്തോത്രം, അവൻ ഹല്ലേലൂയ സ്തോത്രം, ആ ഗവതയിൽ കൊണ്ടുപോയി അവൻ ചാട്ടുപാറകളാണ് 39 അടി, ഒരു അടി കുറച്ച് 39 അടി എടുത്തുകൊണ്ട് അവന്റെ ശരീരം എങ്ങനെയുള്ളതായി തീർന്നു? ഉഴവ് ചാറ് പോലെ കീറി മുറിക്കത്തക്കവണ്ണം അവർ ചുണ്ട കൊളുത്തുകളും കുണ്ടുകളും അതുപോലെ തന്നെ അസ്ഥി കഷ്ണങ്ങളൊക്കെ ആ ചാട്ടവാറിന്റെ തുമ്പിൽ കെട്ടിയിട്ടാണ് കർത്താവിനെ കമഴ്ത്തി കിടത്തിയിട്ട് അടിച്ചത്. അപ്പോ ആ ചൂണ്ടലും കൊളുത്തുകളും കൊളുത്തുകളിട്ട് ചൂണ്ടൽ വാർത്ത കൊടുത്ത അത് ഇരുമ്പിൻ്റെതാണ് സ്തോത്രം. അത് അടിച്ച് അവന്റെ അസ്ഥിയിൽ അടിച്ച് അതിന്റെ മാംസം വലിച്ച് പറിച്ചെടുക്കുന്ന രീതിയിൽ സ്തോത്രം. അതാണ് ആമം. ആമം എന്ന് പറഞ്ഞാൽ ഒരു തടിയിൽ മനുഷ്യന്റെ രൂപം വെച്ചിട്ട് അതിനകത്ത് കിടത്തിയിട്ടാണ്, കമഴ്ത്തി കിടത്തിയിട്ടാണ് ആമത്തിൽ വെച്ച് കൂട്ടിയിട്ട് അടിക്കുന്നത് സ്തോത്രം. അപ്പൊ മനുഷ്യൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യാനെ പറ്റുമത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സകല അടിയും സഹിച്ച് സ്തോത്രം കൊടുക്കും. കാരണം യേശു എന്ന ശരീരത്തെ അവിടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം കർത്താവിനെ അവന്റെ വിലാപങ്ങളെല്ലാം വീട് കുറിച്ചു. കർത്താവിനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ പിലാത്തോസ് ഒരു കാര്യം പറഞ്ഞു, ആ മനുഷ്യൻ അരൂപിയായി പോയവൻ ഇരുപിയായി മടങ്ങുക. യേശു ഒന്നും പറഞ്ഞില്ല. യഹൂദന്മാരെ ഒരു കിരീടം ഉണ്ടാക്കി, അതിൽ 21 വർഷമുള്ള ഉണ്ടായിരുന്നു. അതിനെ കൊണ്ട് ശിരസിൽ തലയിൽ വെച്ചിട്ട് അടുത്ത് നിന്ന പടയാളിയുടെ കയ്യിലൊരു കോലുണ്ടായിരുന്നു. വലിയ കോല. ഈ പോലീസുകാർക്കുള്ള ലാത്തിയല്ല, ഈ സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ഒരു വടിയുണ്ട്. അറിയാമോ എത്രമാത്രം നടക്കും? 1 അടി 2 ഇഞ്ച് കൂടുതലാണ് അല്ലേ? 2 ഇഞ്ച് ഇപ്പോഴത്തെ കനമുള്ള റൂട്ട്. അതിനെയാണ് ഇവിടെ സ്തോത്രം ആ കോല് എന്ന് പറയുന്നത്. ആ കോല് കൊണ്ട് നീ തലയിൽ അടിച്ച് കയറ്റി പോകും. ആ മുള്ളുകളെല്ലാം കർത്താവിന്റെ ശിരസിൽ കൂടിയാണ്. എന്നാൽ അതിലൊരു മുള്ളാണ് കണ്ണിലെ കൃഷ്ണമണി കൂടെ തൂടി കുറച്ച് കഴിഞ്ഞതിന് ശേഷം കർത്താവിന്റെ വസ്ത്രം അവർ അടിച്ചു മാറ്റിയിട്ട് സ്തോത്രം ഒരു ധൂമ വസ്ത്രം ധരിച്ചു. അത് കൊടുത്തുകൊണ്ടാണ് കർത്താവ് ആ ക്രൂശ് മുഴുവൻ തലയോട്ടിടുന്ന പകുതിയോളം കർത്താവ് വഹിച്ചെങ്കിലും ഇന്നത്തിൽ കർത്താവ് കുറേനക്കാരനായ ശിവൻ ആ ക്രൂശ് ചുമക്കാൻ ആക്കി കിട്ടി. കാരണം അവന്റെ ഭവനത്തിൽ ഒരുപാട് രോഗികൾ ഉണ്ടായിരുന്നു. അവന്റെ മക്കള് സ്വബോധമില്ലാത്തവരായിട്ട്, അവന്റെ ഭാര്യ സ്വബോധമില്ലാത്തവരായിരുന്നു. ഇതിലെ വചനത്തിൽ ഇല്ലെങ്കിലും ഒരു ദൈവദാസൻ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഞാൻ ഇതോട് പറയുന്നത്. ആ ക്രൂശ് സ്തോത്രം അവൻ വയലിൽ നിന്നും കയറി വന്നു. ഇന്ന് വയലിൽ നിന്നും കയറി വന്ന കുറേനക്കാരനെ ക്രൂശൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കത്തോലിക്കലും ഇവിടുത്തെ എല്ലാവരും കൂടി അവനെ അഴിച്ചുകൊള്ളു. പക്ഷെ ആ കുറേനക്കാരനായ ശിമോൻ കർത്താവിന്റെ ക്രൂശ് ചുമപ്പാനിട്ട് ഒരു പടയാളി അവൻ ആ ക്രൂശ് ചുമന്ന് തലയിട്ടിടുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇന്നത്തെ യേശുവിനേക്ക് കൊടുക്കുന്നത്. ആ ക്രൂശ് ചുമന്നുകൊണ്ട് അവന്റെ കുടുംബത്തെ വിടുതലായി, അവന്റെ മക്കൾ സ്വർഗമുള്ളവരായിരിക്കും, അവന്റെ ഭാര്യ സ്വർഗമുള്ളവരായിരിക്കും. കാരണം കർത്താവിന്റെ ക്രൂശ് ആര് ചുമക്കുന്നു അവന്റെ ഭവനത്തിൽ ആ വിടുതൽ ലഭിക്കുമെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ ക്രൂശ് ചുമന്ന കുറേനക്കാരനായ ശിമോൻ അവന്റെ തലമുറ ഇന്നത്തേതിൽ ഏറ്റവും വലിയ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തറിയപ്പെടുന്ന ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറഞ്ഞത് കറുത്ത വർഗ്ഗക്കാർ. ഇന്നും സായിപ്പന്മാർക്ക് പിന്നീട് സായിപ്പന്മാർക്ക് കുറച്ചേ ഉള്ളൂ. സ്തോത്രം. നമ്മള് എവിടെ നോക്കിയാലും അവർ അതിൽ കറുത്ത വർഗ്ഗക്കാർ അവനെ കർത്താവ് അനുഗ്രഹിച്ചതിന്റെ ഫലമാണ് സ്തോത്രം. ആർക്കും വേണ്ടാതെ ഇട്ടിരുന്ന സ്തോത്രം ഒരു വർഗമാണ് സ്തോത്രം വർഗം. അവർക്കാണ് ദൈവത്തിന്റെ ശുശ്രൂഷ ലഭിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം ബ്ലസ്സിൽ കൂടെ വന്നിട്ടുണ്ട് അല്ലേ? ആരാണ് അത്? ബ്ലസ്സിൽ സ്തോത്രം. ആരാണ്? നിഗ്രഹക്കാരനാണ്. നമ്മുടെ ഓർച്ചക്കാരാണ് നിഗ്രഹം. സ്തോത്രം. കർത്താവ് അവരെല്ലാം അനുഗ്രഹിച്ചു നടത്തി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഓർച്ചറാണെങ്കിൽ ഇപ്പോൾ 72 രാജ്യങ്ങളിൽ നമ്മുടെ ഫസ്റ്റ് ചർച്ചിന്റെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇതുപോലെ നമ്മൾ നടത്തുന്ന ഒറ്റ ചെറിയ ചർച്ചല്ല, വലിയ ചർച്ചകൾ. സ്തോത്രം. ആ ഓരോ രാജ്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് 72 രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗത്ത് നോക്കുകയാണ്. അദ്ദേഹത്തെ വീണ്ടും ദൈവം കരങ്ങളിട്ടു. അന്യനിലേക്ക് മാനസാന്തരപ്പെടുന്ന യേശുക്രിസ്തുവിനെ അറിയും. ക്രിസ്തുപ്രദേശക്കാരെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വരുന്നു. എന്താണ് കാരണം? കാരണം അന്ത്യകാലമാണ്. കർത്താവിന്റെ വചനം നിറവേറണം. അതിനുവേണ്ടി സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിൽ കിടന്നു. സ്തോത്രം. പിടഞ്ഞ് മരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വിലാപ്പുറത്ത് ഒരു കുന്തം കൊണ്ട് കുത്തിക്കേറ്റി അവൻ മരിച്ചുമില്ലെന്ന് അറിയാൻ വേണ്ടി. സ്തോത്രം. എന്നാൽ അവന്റെ ഉള്ളിൽ സ്തോത്രം രക്തവും വെള്ളവും അവസാനമായി നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. സ്തോത്രം. അവനെ ക്രൂശിൽ നിന്ന് ഇറക്കിയത്
ഒരു ജോസഫാണ്, വേറെ ആരും ചെന്നെടുത്തില്ല. യോസേഫ്, അരിമത്യക്കാരനായ യോസേഫ്, അവൻ സ്വന്തമായി വെട്ടിയ ഒരു കല്ലറ. അതാണ് അവന്റെ തോട്ടമാണ്. അവന്റെ തോട്ടത്തിലാണ് ഈ കല്ലറ വെട്ടിയത്. ഏത് കല്ലറ? അവന് വേണ്ടി അടക്കം ചെയ്യാൻ വേണ്ടി വെട്ടിയ കല്ലറയാണ്. ആ കല്ലറയിലാണ് യേശുവിനെ വെച്ചത്. അവൻ പറഞ്ഞു, കർത്താവിനെ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. കർത്താവിനെ ഞാൻ എടുത്തോട്ടെ. രാത്രിയിലാ പോയത്, പകലല്ല. ഞാൻ അവനെ കൊണ്ടുപോയി അടക്കം ചെയ്തോട്ടെ എന്ന് ചോദിച്ചതിന് അങ്ങനെയാണ് കർത്താവിനെ ക്രൂശിൽ നിന്നും താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് അരിമത്യക്കാരൻ അടക്കേണ്ട സ്ഥാനത്ത് യേശുവിനെ അടക്കം ചെയ്യുന്നത്. ലോകത്ത് എത്രയോ കല്ലറകളുണ്ട്. തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറ നമ്മുടെ കർത്താവിന്റെ കല്ലറ. എല്ലാതൊരു കല്ലറ വേറെ തുറന്നിട്ടില്ല. അവിടെ എത്രയോ മഹാന്മാർ ജീവിച്ചിരുന്നുണ്ട്. എത്രയോ സ്തോത്രം. ആരുടെയും കല്ലറ എതിരെ തുറന്ന കല്ലറ ഇന്നുവരെ അടയ്ക്കാത്ത ഒരു കല്ലറ ഉണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറ ഇന്നും അത് തുറന്നു കിടക്കുന്ന കല്ലറ. ദൈവത്തിന്റെ സ്തോത്രം. അവനിന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ വസിക്കുന്നു. ആ ദൈവത്തിന് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 1-2 വാക്യം കൂടെ വായിച്ചിട്ട് ആ ശുശ്രൂഷയിലേക്ക് കിടക്കാം. ദൈവത്തിന്റെ സ്തോത്രം. 27-12 അപ്പോസ്തലപ്രവൃത്തി. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ